ഞാൻ ഈ ദിവസങ്ങളിൽ ബീഹാറാണ്, ഒരു പരിപാടിക്ക് വന്നതാണ്. അപ്പോൾ ഇന്നലെയാണ് എൻ്റെ ഓഡിയോ എഞ്ചിനീയർ എത്തിയത്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കയ്യിലൊരു വെള്ള നൂലിങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റർ ചോദിച്ചു, നിങ്ങളൊരു ക്രിസ്ത്യാനിയല്ലേ, നിങ്ങളെന്തിനാ ഇങ്ങനെ നൂല് കെട്ടിയിരിക്കുന്നത്? ഇവിടുത്തെ നാട്ടിൽ ഹിന്ദുക്കളൊക്കെ ഇങ്ങനെ നൂല് കെട്ടണം കണ്ടിട്ടുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, ഇത് നമ്മുടെ നാട്ടിലെ പള്ളിയിൽ നിന്ന് കെട്ടിയാണ്. അപ്പോൾ എനിക്ക് കൗതുകം. ഞാൻ പറഞ്ഞു, ഇത് പള്ളി? അപ്പോൾ പള്ളിയുടെ പേര് പറഞ്ഞു. കേരളത്തിൻ്റെ ഒരു ഫേമസ് തീർത്ഥാടന കേന്ദ്രമാണ്. അവിടുത്തെ ഒരു നേർച്ച പോലെയാണ് ഇങ്ങനെ ചരട് കെട്ടുന്നൊരു പരിപാടി. അപ്പോൾ ഞാൻ പറഞ്ഞു, വേളാങ്കണ്ണി പള്ളി എടുത്ത നിലപാടുകൾ നമ്മുടെ പല പള്ളികളും എടുക്കണം, എൻ്റെ ധൈര്യം കാട്ടണം. വേളാങ്കണ്ണി പള്ളിയിൽ ഇപ്പോൾ താഴെ താക്കോലൊക്കെ ഇട്ട് ലോക്ക് ചെയ്യുന്ന പരിപാടിക്ക് അവർ പൂട്ടിയിട്ടിട്ടുണ്ട്. എത്രയോ വർഷങ്ങളാണ് പള്ളിയുടെ മുറ്റത്ത് തന്നെ അങ്ങനൊരു കാര്യം നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ അവർ ധീരമായിട്ടൊരു നിലപാടെടുത്ത് ഇനി അത് വേണ്ട, അത് തെറ്റാ. നമ്മുടെ പല പള്ളികളും അങ്ങനൊരു നിലപാടെടുക്കാത്തതിൻ്റെ കാരണം പലപ്പോഴും അച്ഛന്മാർക്ക് ആഗ്രഹമുണ്ട് ചില കാര്യങ്ങൾ മാറ്റണമെന്ന്. അപ്പോൾ ഇടവക്കാർ പറയും, ഇത് വർഷങ്ങളായിട്ടുള്ള പാരമ്പര്യമാണ്, നിങ്ങൾ വന്നും പോവുകയും ചെയ്യും, പക്ഷേ ഇത് ഞങ്ങളുടെ പള്ളിയാണ്. അതുകൊണ്ട് പലർക്കൊന്നും നിർത്താൻ പറ്റാറില്ല. പിന്നെ ചില അച്ഛന്മാർ പുതിയതായിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ തുടങ്ങുന്നുമുണ്ട്. ഈശോ അന്ന് നിലനിന്നിരുന്ന ചില കാര്യങ്ങൾക്കെതിരെ റിയാക്ട് ചെയ്തു. അതാണ് ഇന്നത്തെ ഗോസ്പല്. അതിന് ഈശോ പേ ചെയ്തു, ഈശോ ലൈഫ് കൊടുത്തു. ഇത് ഗോസ്പലിൻ്റെ അവസാനം പറയുന്നുണ്ടല്ലോ, നിയമജ്ഞരും പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളെല്ലാം അവനെ നശിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവർക്ക് അവനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ജനങ്ങൾ അവൻ്റെ വാക്കുകൾ കേട്ട് മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു. ജനങ്ങളിങ്ങനെ മുഴുകി നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ശരിക്കും എന്താ സംഭവിച്ചത്? ജനങ്ങൾ വിട്ടുപോകുന്നുണ്ട്. നിയമജ്ഞരും ജനപ്രമാണികളും പുരോഹിത പ്രമുഖന്മാരെല്ലാവരും കൂടി അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു, കൊന്നളഞ്ഞു. ഈ ജനങ്ങൾ പല കാര്യങ്ങളിങ്ങനെ മുഴുകിയിരിക്കുകയാണെന്നേ. ആൾക്കാർ കുറയും, വരുമാനം കുറയും എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ധീരമായ ചില നിലപാടുകൾ എടുക്കണ്ടേ?